തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഏകദേശം 2 കിലോമീറ്റർ അടുത്താണ് വെട്ടുകാട് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇന്നലെ അവിടെ ക്രിസ്മസിന്റെ പരിപാടികൾ നടക്കുകയായിരുന്നു. അപ്പം എനിക്ക് അവിടെ പോകാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി കേട്ടോ. അലങ്കാരങ്ങൾ കൊണ്ട് എന്താ പറയുക, നമ്മുടെ കണ്ണ് കുളിർക്കുന്ന സൈസ് കാഴ്ചകളാണ് അവിടെയുള്ളത്. നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചേക്കുന്നു. ഇത് വെട്ടുകാട് പള്ളിയുടെ അപ്പോസ്തോലൻ രണ്ടാമന്റെ കാലത്താണ് ഈ പള്ളി അദ്ദേഹത്തിന്റെ സെന്റ് സേവ്യറിന്റെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ പള്ളിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ കവാടം, അതായത് പള്ളിക്കകത്തേക്ക് കയറുന്ന വാതിൽപ്പടിയിലാണ് ഈ മുന്തിരിവള്ളികൾ കൊത്തിവെച്ചിരിക്കുന്നതും ഒക്കെ. എന്ത് ഭംഗിയാണെന്നറിയാവോ കാണാൻ. അതുപോലെ തന്നെ ക്രിസ്തുരാജിന്റെ അനുഗ്രഹം നേടാൻ വേണ്ടിയിട്ട് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ജനങ്ങളും അവിടെ വന്നിട്ടുണ്ട്. ഭയങ്കര തിരക്കുമാണ്. അതുപോലുള്ള എന്ത് ഭംഗിയും നല്ല തിരക്കും. ഒരു ഉത്സവം കാണണമെങ്കിൽ അങ്ങോട്ട് ചെല്ലണം. ആ മണൽത്തീരം മുഴുവൻ അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പോർച്ചുഗീസ് വരവിന് മുമ്പ് തന്നെ ഈ പള്ളി ഉണ്ടായിരുന്നു എന്നാണ് വിശ്വാസം. മാർദേ ദേവ്യൂസ് എന്നാണ് ഇവിടുത്തെ മാതാവിനെ പറയപ്പെടുന്നത്. അതായത് അമ്മയുടെ അനുഗ്രഹം, മാതാവിൻ്റെ അനുഗ്രഹമുള്ള പള്ളിയാണ് എന്നുകൂടി ഒരു വിശ്വാസം ഉണ്ടെന്നാണ് ഞങ്ങളോട് അവിടെ ഇരുന്ന ഒരു ചേച്ചി പറഞ്ഞു തന്നത്. അപ്പോൾ എന്താണെങ്കിലും ഭയങ്കര സംഭവമാണ്. അകത്ത് കയറി വീഡിയോ എടുക്കാമോ എന്നൊന്നും എനിക്കറിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്തു നിന്നൊക്കെ എടുത്തു. പുറത്തു നിന്നുള്ള വീഡിയോകളാണ്. അകത്ത് കയറി ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. കുട്ടികൾ ആ ഗ്രൗണ്ടിൽ കിടന്ന് കളിക്കുന്നുണ്ട്. എല്ലാത്തിനും സൗകര്യമുണ്ടെന്നേ. മക്കൾക്ക് കളിക്കാനും ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേരെയും ഒക്കെ നമുക്ക് കാണാൻ. കുറച്ച് പേര് കിടക്കുന്നതും കുറച്ച് പേര് ആ കൽപ്പടവുകളിൽ കൂടെ ഇരിക്കുന്നതും ഒക്കെ കാണാം. ഇതാണ് പള്ളിക്ക് അകവശം. ഒന്ന് കാണേണ്ട വിശാലമായ ഒരു പള്ളിയാണ്. നാനാജാതി മതസ്ഥർക്ക് ഒരേ സമയം പ്രവേശനമുള്ള പള്ളി. വലിയൊരു പള്ളിയാണ് കേട്ടോ വെട്ടുകാട് പള്ളി. ഒരിക്കൽ പോയാൽ നമുക്ക് നമ്മുടെ മനസ്സിനൊരു ശാന്തത വരുന്ന രീതി നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ തോന്നാം. ഇവിടുത്തെ അലങ്കാരങ്ങളാണ് അതിൽ ഏറെ ഭംഗി തോന്നിക്കുന്നത്. എന്ത് ഭംഗിയായിട്ടാണെന്നറിയാം അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ നടന്നു പോകുന്ന നടപ്പാത വരെ അലങ്കരിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതിനും ഒരു യോഗം എനിക്ക് ഉണ്ടായി. ഞങ്ങളങ്ങനെ അവിടുന്ന് രാത്രിയായിട്ടോ, നല്ല രാത്രിയാവുന്നവരെ ഞങ്ങൾ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. ഒത്തിരി ആൾക്കാരെ, പരിചയക്കാരെയും ഒക്കെ കാണാൻ സാധിച്ചു. എൻ്റെ യൂട്യൂബിലുള്ള കുറേ ആൾക്കാരെയും ഒക്കെ കാണാൻ സാധിച്ചു കേട്ടോ. അങ്ങനെ ഇവിടെയൊക്കെ കയറി പ്രാർത്ഥിച്ചു. ഇതിൻ്റെയൊക്കെ അനുഗ്രഹം നമ്മൾ യൂട്യൂബിലുള്ള ഓരോ അംഗങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരും മാത്രമല്ല, എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും.